രാവിലെ കാപ്പിയൊക്കെ കുടിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴേക്കും അച്ഛൻ അമ്പലത്തിൽ നിന്ന് വന്നു. അമ്പലത്തിൽ നിന്ന് കുറച്ച് കടും പായസവും കുറച്ച് വെള്ളച്ചോറും കൊണ്ടുവന്നു. അമ്പലത്തിലെ പായസത്തിനോട് എന്നും ഒരു പ്രത്യേക ഇഷ്ടം കൂടുതലല്ലേ. അത് എത്ര കഴിച്ചാലും മതിവരാത്ത ഒന്നാണ്. അങ്ങനെ കിട്ടിയ പാടെ ഞാൻ തന്നെ ആദ്യം അങ്ങ് അകത്താക്കി. പിന്നെ എല്ലാവരും പായസമൊക്കെ കഴിച്ച് ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴേക്കും കുക്കുവിൻ്റെ കുഞ്ഞ് വന്നു. പിന്നെ കുഞ്ഞയും മോനും കൂടി തകൃതി വെച്ചങ്ങ് കളിയായി. എന്തൊക്കെ കളിച്ചെന്ന് അവർക്ക് തന്നെ ഓർമ്മ കാണില്ല. പിന്നെ ഉച്ചയ്ക്ക് ഒരു കുഞ്ഞു ഊണൊക്കെ കഴിച്ചിട്ടിരുന്നപ്പോഴേക്കും ട്യൂഷന് കുട്ടികളെത്തിയിട്ടുണ്ട്. പിന്നെ അവർക്ക് ട്യൂഷനൊക്കെ എടുത്ത് അവരെയും പറഞ്ഞു വിട്ടിട്ട് പെട്ടെന്ന് കുളിച്ചൊരുങ്ങി അമ്പലത്തിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ്. ഇന്ന് നമ്മുടെ അമ്പലത്തിൽ പൊങ്കാലയുള്ള ദിവസമാണ്. മകയിര പൊങ്കാല. തമ്പുരാന് പ്രതിഷ്ഠാദിനമായ മകയിര നാളിൽ എല്ലാ മാസവും അമ്പലത്തിൽ പൊങ്കാലയുണ്ടാകും. അങ്ങനെ അമ്പലത്തിൽ പോയി തമ്പുരാനെയും തൊഴുത് പൊങ്കാലയൊക്കെ സമർപ്പിച്ചു. അപ്പോഴേക്കും കുക്കുവും അമ്മുമ്മയും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പൊങ്കാലയൊക്കെ കഴിഞ്ഞിട്ട് ദീപാരാധന തൊഴാൻ വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. അമ്പലത്തിലെത്തുമ്പോൾ തന്നെ മനസ്സിനൊരു പോസിറ്റീവ് വൈബാണ്. അതിൻ്റെ കൂടെ ദീപാരാധന കൂടി തൊഴാൻ പറ്റിയാൽ അത്രയും സന്തോഷമാണ് എനിക്ക്. അങ്ങനെ ഇന്നെന്തായാലും ദീപാരാധനയൊക്കെ തൊഴുതു. പിന്നെ പ്രസാദവും വാങ്ങി പൊങ്കാലയും നേദിച്ച് പിന്നെ വീട്ടിലെത്തി എല്ലാവരും ഒത്തിരുന്ന് പൊങ്കാല കഴിച്ചു.